ഇങ്ങനെയാണ് ഞാൻ ഒരു 6 മാസം മുമ്പ് ഇരുന്ന് വെച്ചത്. We are not touching to the brain, we are not touching to the deeper layer of the scalp like skull and all. സാജൻ സൂര്യ, ബിജു സോപാനം, ഇവരെല്ലാം നമ്മളെടുത്ത് അങ്ങനെയുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി ഡയറ്റ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടികൾക്ക് മരുന്നിന്റെ ആവശ്യമില്ല, ഈ മുടികൾക്ക് പക്ഷേ മരുന്നിന്റെ ആവശ്യം വരാം. ഡോക്ടേഴ്സ് ആൻഡ് സർജൻസ് എല്ലാം വെൽ ക്വാളിഫൈഡ് ഇന്റർനാഷണലി ട്രെയിൻ സർജൻസ് ആണ്. ടർക്കിയിലേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്തിട്ട് ലാഡൻ സിറ്റിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് നമ്മുടെ റിസൾട്ട് കണ്ടിട്ട്. ബിഹൈൻഡ് റൂട്ട്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് അറിവുകൾ പകരാൻ വേണ്ടിയിട്ടാണ്. കാരണം പലർക്കും ഹെയർ ലോസ് ഒരു പ്രധാന പ്രശ്നമായിട്ട് അവർ അലട്ടുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കഷണ്ടയ്ക്ക് മരുന്നില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ശാസ്ത്രം വളരെയധികം വളർന്നു, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ ഹെയർ ലോസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട്, ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള ലാ ഡെൻസിറ്റ ഹെയർ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് ഇവിടെ, ഡോക്ടർ ജാദവ് ആൻഡ് ഡോക്ടർ ഹരിശങ്കർ, രണ്ടുപേരും നമ്മോടൊപ്പം ഉണ്ട്. സോ സർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്? സോ അതിനൊരു ബേസിക് ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു മുടിയെ എടുത്ത് അത് വേറൊരു ഭാഗത്തേക്ക് കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊണ്ട് വെക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. സെയിം ആളുടെ തന്നെ ബാക്ക് സൈഡ്, അതായത് നമ്മുടെ ഡോണർ ഏരിയ, അവിടുന്ന് നമ്മളെടുത്ത് ഏത് ഏരിയയിലാണോ ആവശ്യം ആ ഏരിയയിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രൊസീജിയർ, ഒരു ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടെക്നിക്ക്, അതിൻ്റെ പ്ലാനിങ്, ഇതെല്ലാം പല രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ്, ടെക്നിക്ക് ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഒരു 6 മാസം മുമ്പ് ഇരുന്ന് വെച്ചത്. ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. കാരണം നമ്മളൊരു 10ാം ക്ലാസ് +2 ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഫുള്ള് ബാൾഡായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കണവർ ഒരുപാട് നമ്മളെ കാണുമ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് എറണാകുളത്ത് വന്നപ്പോൾ ഞാനിവിടെ വന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1 to 2 hours ഇവിടെ നിന്നിട്ടാണ് എനിക്കത് സാറിനൊന്ന് കാണാൻ തന്നെ പറ്റിയത്. ഭയങ്കര റഷായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സാർ ഫസ്റ്റ് കണ്ടത്. അങ്ങനെ കണ്ടു കഴിഞ്ഞ് ആണ് റിയൽ ടൈം എഫ്യൂയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അറിയുന്നത്. ഏതൊരു പോയിന്റിലാണ് ഇപ്പോൾ ഒരാളുടെ ഹെയർ ലോസ് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം മുടി, അത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ഡോക്ടർ ഹൗ വിൽ യു ഐഡന്റിഫൈ, ഐ മീൻ ദിസ് പേഴ്സൺ ഷുഡ് ഗോ ഫോർ ദ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ? സോ അതെങ്ങനെയായിരുന്നു? So we have to decide first whether what is the reason for his baldness. Okay, it is due to a genetic problem, it is due to some thyroid issues, or it is due to some androgenetic alopecia or maybe alopecia areata. So we have to first find out the cause. And once established that alopecia areata is not there and other causes like androgenetic alopecia it is there, like genetic hair loss, what we say. Everybody faces after some age of life, they start losing the hair. So once your grade of baldness is beyond grade 2, we usually ask the patient for the hair transplantation. What is exactly grade 2? When you cannot hide your baldness with a little longer hair, it is called grade 2 above. Okay, so like we ask patient to postpone his surgery because the donor area what we have is limited. Okay, everybody has got a limited donor area. Like from the back side, how much we can extract, it's all depend patient to patient. So whatever you are going to take out the graft, it is going to take out from the roots. So the hair will not grow on the same side. It will grow where we are going to implant. Okay, so they will grow day by day. You can cut it, you can trim it, you can shave it, again it will grow. So we are implanting a hair roots rather than a hair shaft. Okay, so that's what we want to preserve the hair for the future. So we ask patient to wait unless and until you cover your body area with the long hair, you should not go for a hair transplantation. Once you feel that it is not getting covered, it is not getting camouflage, that day you plan for a hair transplantation. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ക്രൗൺ ഏരിയ അല്ലാത്ത ഭാഗത്ത് നിന്ന് ഹെയർ എടുത്തിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ വാട്ട് ഇഫ് ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടെയൊക്കെ ഹെയർ ലോസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഹൗ വിൽ യു ഡു? ഹെയർ ലോസ്, ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഹെയർ ലോസ് വരുമ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാത്തിനും നമ്മൾ സർജറി ചെയ്യുക എന്നല്ല. നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗ്രേഡിംഗ് ഉണ്ട്, grade 2 അതിന് മുകളിലേക്കാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു ഹെയർ ഫോൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താണ്,
അത് എന്തുകൊണ്ട് വരുന്നു, അത് മൂലം എങ്ങനെയാണ് ഇനി അടുത്ത ഫ്യൂച്ചറിലേക്ക് അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ആ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയും എല്ലാം നമ്മളൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സർജറി ചെയ്യാൻ പാടുള്ളൂ. ഇനി നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയും ചെയ്യുന്നത് സർജറി ചെയ്യുന്നതിലല്ല, അതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലിരിക്കും ഇതിൻ്റെ എങ്ങനെ റിസൾട്ട് വരിക എന്നുള്ളത്. സർജറി നമ്മളിപ്പോൾ ചെയ്യുന്നു, ഭാവിയിൽ നാച്ചുറൽ ഹെയർ പോയി വീണ്ടും സർജറി ചെയ്യാൻ നമുക്ക് മുടിയില്ല, നമ്മൾ മുടിയെടുക്കുന്നത് ഇവിടെ നിന്നല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്താൽ എടുക്കുന്ന ഏരിയ ഡാമേജ് ആവുകയും ചെയ്യും, വെക്കുന്ന ഏരിയയിൽ നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലിമിറ്റിൽ ഇത്ര ശതമാനം മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിലുള്ള ഡോണർ ഏരിയയിൽ നിന്നുള്ളത്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റിനെ കണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ഏരിയ എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ചെയ്താൽ അവർക്ക് ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ നിൽക്കും, അവരുടെ നാച്ചുറൽ ഹെയർ ഉള്ള ഏരിയയിൽ അതിനെ എങ്ങനെ പ്രിസർവ് ചെയ്യണം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും അതാണ് നമ്മളൊരു കൺസൾട്ടേഷനിൽ കൂടെ ചെയ്യാം. ഈ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഹെയർ ഉള്ള ഭാഗമാണോ അതോ എത്ര ഭാഗത്ത് ഇല്ല, എത്ര ഭാഗത്ത് ഇല്ല എന്നുള്ള ഭാഗത്തിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് വേണം എത്ര മുടി നമ്മൾ എടുക്കണം. നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടെ മുടിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയ ബോൾഡായി പോകും. അങ്ങനെ ബോൾഡായി പോയി കഴിഞ്ഞാൽ ചെയ്തതും വെറുതെ ആയിപ്പോയി, എവിടെ നിന്ന് എടുത്തു അതും ഡാമേജ് ആയിപ്പോയി. ശരിയാക്കാൻ വന്നിട്ട് പിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അതിനാണ് പ്രോപ്പർ കൺസൾട്ടേഷനും ഒരു പ്രോപ്പർ പ്ലാനിങ്ങും നമ്മൾ ചെയ്യുന്നതിൻ്റെ റീസൺ. ഒരു കഷണ്ടി നമുക്ക് മുടി വെച്ച് കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന ഒരു സ്റ്റേജിനെയാണ് കഷണ്ടി എന്ന് പറയുക. അങ്ങനെയുള്ള സ്റ്റേജിലേക്കായിരിക്കും നമ്മൾ സർജറി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുക. പക്ഷേ അപ്പോൾ ചോദിക്കാം, മുടി തിന്നായിട്ട് നിൽക്കുന്നേ ഉള്ളൂ, എനിക്ക് ഗ്യാപ്പ് കാണുന്നുണ്ട്, ഇത് സർജറി ചെയ്താൽ മതിയോ? അല്ല, അതിൽ ആദ്യം തന്നെ സർജറി അല്ല, ആദ്യം തന്നെ നമ്മൾ അതിൽ ബാക്കി മെഡിക്കൽ മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഫെയിൽ ആവുകയാണെങ്കിലാണ് നമ്മൾ സർജറിയിലേക്ക് പോകാം. സോ അതിപ്പോൾ ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ? കാരണം ഇത് ഇത്ര ഏജ് തൊട്ട് ഇത്ര ഏജ് ഉള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് വയസ്സായി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക? So for the hair transplantation, we rather than looking at the age, we look at the two things. One is what is the grade of baldness, how much baldness it is. Suppose the one patient, young patient, 20 years of age, having like a 4-finger baldness, we have to go for a transplantation. There is no other option. Initially it was 25, now it's becomes 20 and above we can go for hair transplantation in younger age. Okay. About the elderly people, I have done a surgery for 71 years also. So if patient is having a good quality donor area, we can do a transplantation even 70 plus also. You must have heard about Boni Kapoor did a transplantation. I think it was around 60s. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഷുഗർ ഉള്ള ഒരു പേഷ്യൻ്റ് ആയിട്ട് വരികയാണ്, അത് അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ സർജറി ചെയ്യിപ്പിക്കുന്നതിനേക്കാട്ടിലും മുന്നേ അവരുടെ ഷുഗർ ആദ്യം ഒന്ന് താഴ്ത്തി അവരുടെ ഷുഗർ വിത്തിൻ ദ നോർമൽ ലിമിറ്റിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സർജറി അവരുടെ റിസൾട്ടിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കൺസൾട്ടേഷനിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി നോക്കണം. അപ്പോൾ ആ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ബേസിസിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾക്ക് സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല തൈറോയിഡ് ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഷുഗർ, BP ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ആ ഡോക്ടേഴ്സും പിച്ചും ചെയ്തിട്ട് അവരതിനകത്ത് അവരുടെ ഷുഗർ ലെവലോ അല്ലെങ്കിൽ BP ആണോ അത് കൺട്രോൾ ചെയ്ത് തന്നിട്ടായിരിക്കും ഞങ്ങൾക്ക് തരിക. അപ്പം ഞങ്ങൾ ആ കൺട്രോൾ ലെവലിലായിരിക്കും ഞങ്ങൾ സർജറി. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു നോർമൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഈസ് ദർ എനി സൈഡ് എഫക്ട്സ്? ബിക്കോസ് വി ഹാവ് ഹേർഡ് ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ഐ മീൻ ഐ എം frankly saying like skin cancer and skin disease, there is a chances for those kind of things. We have done more than myself done more than 7,000 surgeries, and collectively we have done more than 12,000 surgeries in large density and all the centers. So and there is no data which is supports like having a side effect like skin cancer, psychosis, some headache, permanent headache, or some might say like there is some brain injury or something like that. It's not possible because this is basically a skin and hair surgery basically. So we are just dealing with the 5 to 6 millimeter of the depth. So like if you have cut, you are putting stitches. This is like that simple surgery. So there is no point in discussing these issues because we are not touching to the brain, we are not touching to the deeper layer of the scalp like skull and all. We are not touching anywhere. So it is just 5 millimeter depth surgery. So chances are almost zero. Lot of celebrities and lot of politicians and all, they used to go ടർക്കി ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഓൾ. സോ ഇവിടെ നിന്നും എന്തുകൊണ്ട് അവർ അവിടെ പോയിട്ട് ചെയ്യുന്നു? കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം അവിടെ ഉള്ളത് കൊണ്ടാവുമല്ലോ മാർക്സ്. എന്തുകൊണ്ടാണ് അവർ അവിടെ പോകുന്നത്? ഇവിടെ എന്താണ് വ്യത്യാസം ടർക്കിയിലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ഇന്ത്യയിലെ ട്രാൻസ്പ്ലാന്റ്? ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലേക്കാണ് കയറുന്നത്. എന്ത് കാര്യത്തിനും യൂട്യൂബ്, ഗൂഗിളാണ് എല്ലാ ആൾക്കാരുടെയും ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പരിചയമുള്ള ഒരാൾ ടർക്കി പോയി ചെയ്തു, റിസൾട്ട് നല്ലതായി, നമ്മൾ അങ്ങോട്ടേക്ക് പോകും. കാരണം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന അവരെയാണ്. ടർക്കി എന്ന് പറയുന്നതിന് ഇപ്പോൾ പണ്ട് റീസെൻറ്റ് ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സ് ആൻഡ് സർജൻസ് എല്ലാം വെൽ ക്വാളിഫൈഡ് ഇൻ്റർനാഷണലി ട്രെയിൻഡ് സർജൻസ് ആണ്.
അവരും യൂസ് ചെയ്യുന്ന ടെക്നിക്കും യൂസ് ചെയ്യുന്ന ആർമമെൻ്ററി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ്, ഉപയോഗിക്കുന്ന ടൂൾസ്, ഇതെല്ലാം ഇൻ്റർനാഷണലി അക്ലെയിംഡ് പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് ടർക്കിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം അതൊക്കെ നിർത്തി. ഇപ്പം നമ്മളുടെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ടർക്കിയിലേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്തിട്ട് ലാഡൻ സിറ്റിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് നമ്മുടെ റിസൾട്ട് കണ്ടിട്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇത് ഇങ്ങനെ തന്നെയാണ് വരിക, ഒരു പ്രോപ്പർ ഫോളോ അപ്പ് നമുക്ക് അവർക്ക് കൊടുത്താൽ ടർക്കി എന്നല്ല നമ്മളിപ്പോൾ ലോകത്തെ എവിടുത്തേക്കാട്ടിലും നല്ല റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. Probably they are marketing in a good way. Government is also supporting for their marketing. They don't have any taxes for the hair transplantation, to be honest. So the Turkey government is marketing hair transplantation across the globe, like Europe. They are marketing in US, and most of the clinics of Turkey doctors are having their branches in UK and US. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ക്ലിനിക്സ് നമുക്ക് കാണാൻ പറ്റും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. സോ ഹൗ ലാഡ് ഹെൻസിറ്റ ഡിഫേഴ്സ് ഫ്രം അതർ ക്ലിനിക്സ്? നമ്മളൊരു സർജറി ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ടല്ലായിരിക്കും. നമ്മൾ ആദ്യം ഒരു കൺസൾട്ടേഷനിൽ നോക്കി അതിലെന്താണോ ആവശ്യം, അതിലിപ്പോൾ സർജറി ആവശ്യമാണ്, സർജറി ചെയ്യിപ്പിക്കണം. സർജറി അല്ലാത്തൊരു കേസാണ് നമുക്ക് മെഡിസിനിൽ കൂടെ തന്നെ അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് റെഫറൻസ് വരുന്നുണ്ട് പല സ്ഥലത്ത് ചെയ്ത ഡാമേജ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ. അപ്പോൾ റീഡു സർജറീസ്, അതായത് റീഡു സർജറി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സർജറി ചെയ്തതുപോലെയുള്ള ഒരു ഫ്രീഡം അല്ലല്ലോ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു സെക്കൻഡ് സെഷൻ അല്ലെങ്കിൽ തേർഡ് സെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സർജറി ചെയ്യാൻ നമുക്ക് ഒരുപാട് റെഫറൻസുകൾ അങ്ങനെ വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സർജറി ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ളൊരു ടീം, ഇങ്ങനെയുള്ളൊരു പ്ലാനിങ്ങും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പല ഇതിൽ നിന്നും വ്യത്യാസം തരുന്നത് മറ്റേ എല്ലാ ക്ലിനിക്കിൽ നിന്നും. പിന്നെ എക്സാമ്പിൾ ഇപ്പോൾ ഫീമെയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ്, ഇപ്പോൾ ഐബ്രോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, മുസ്റ്റാഷ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെയും നമുക്ക് നമ്മളുടെ ക്ലിനിക്ക് മറ്റേ എല്ലാ ക്ലിനിക്കിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി വ്യത്യാസമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചതിനുള്ള ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ആൻസർ ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ ഈ ബിയർഡ് ആൻഡ് മസ്റ്റാഷിൻ്റെ കാര്യം ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഹെയറിലൊക്കെ ഇവിടെ കുറവുള്ളവർ ഇപ്പോൾ ചെസ്റ്റ് ഹെയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും? അത് വെറുതെ ഒരു കെട്ടുകഥയാണോ അത് ഉള്ളതാണോ? അത് അല്ല, ഞങ്ങൾ ചെസ്റ്റ് ഹെയർ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം നമുക്കൊരു ക്രൈറ്റീരിയ അല്ലേ വേണ്ടത്. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരാൾ വരുന്നു, അവർക്ക് നമ്മൾ ചെസ്റ്റ് ഹെയർ എടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ തലമുടിയുടെ പാറ്റേൺ സിമിലർ ആണെങ്കിൽ പോലും വ്യത്യാസങ്ങളുണ്ട് ചെസ്റ്റ് ഹെയറുകൾക്ക്. അപ്പോൾ ഇതൊന്നും നമുക്ക് നമ്മുടെ ഒരു കോസ്മെറ്റിക് ആയിട്ട് കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ അല്ലാത്ത ഏരിയകളിൽ നമുക്ക് ചെസ്റ്റ് ഏരിയ വെക്കാം, ചെസ്റ്റ് ഹെയർ വെക്കാം, ബിയേർഡിൽ നിന്നെടുത്ത് വെക്കാം. അങ്ങനെയുള്ള പല ഓപ്ഷനുകളും നമുക്കുണ്ട്. അങ്ങനെയുള്ള പല ഓപ്ഷൻസ് വെച്ച് നമ്മൾ പേഷ്യൻസിന് സർജറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പേടിയുള്ള ഒരു കാര്യമാണ്, പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് they are thinking about how long it will take, for surgery and all. Is it painless or is any after effects and also they are worried about that? See, most probably surgery is done under local anesthesia. So once you inject anesthesia on the front, on the back side, usually you don't feel any pain after that. Okay, so maybe 5 minutes of pain initially, few injections with the insulin syringe, you may feel a little pain, but after that there is no pain in the surgery. And within a 10 days patient becomes all right. He doesn't have to take a bed rest, but he need to protect his scalp from the sunlight, dust, water and any pollutions and other things. ഒരു പേഷ്യൻ്റ് PRPക്ക് പോകേണ്ടത് അല്ലെങ്കിൽ GFCക്ക് പോകേണ്ടത് എപ്പോഴാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകേണ്ടത്? അതിൻ്റെ So basically we categorize depending on the hair conditions. If patient is bald, the GFC, QR, PRP will not help. No, I have one question. Actually, already hair, നമ്മുടെ തലയിലുള്ള ഹെയറിനെ സ്ട്രോങ് ആക്കി നിർത്തുകയാണോ ഈ PRP, ഓർ പുതിയ ഹെയർ ഗ്രോത്ത് വരാനാണോ PRP യൂസ് ചെയ്യുന്നത്? So we'll come into that point only. Yeah, okay. So PRP gives strength to the existing hair. Okay, it can improve the quality of hair. Okay, whatever the treatment, PRP, GFC, QR 678, it will improve the quality of your existing hair. It will never regenerate a new hair. Okay, so these treatment are for existing hair, and hair transplantation is for the baldness. When you don't have any hair roots present, you don't have any hair follicle present, it's plain skin, then hair transplantation will work. Otherwise, if you ask me, hair transplantation is a treatment for hair fall, though it's not a treatment for hair fall, it's a treatment for baldness. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലാഡൻ സിറ്റിയുടെ സ്പെഷ്യൽ ആയിട്ട് കണ്ട് സഫയർ ബ്ലേഡിങ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ എന്താണ് സഫയർ? അത് സഫയർ എന്ന് പറയുന്നത് തന്നെ സഫയർ ടിപ്പ്, ആ ബ്ലേഡ് സഫയർ മെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ ചെയ്യുന്ന ഏരിയ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രിസിഷൻ, അതിൻ്റെ റിസൾട്ട്, ഇതെല്ലാം മറ്റേ എല്ലാ ടെക്നിക്കിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്നു നിൽക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരും ടർക്കിയിലേക്ക് പോയി ചെയ്യുന്നതിൻ്റെ റീസൺ അതിതാണ്, സഫയറിൻ്റെ യൂസേജ് കൊണ്ടാണ് എല്ലാവരും ടർക്കി പോയി ചെയ്യുന്നതിൻ്റെ റീസൺ. ഏത് ഏരിയയിൽ നമ്മൾ ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും, പാടുകൾ ഉണ്ടാവില്ല.
സ്കാർ ഫോർമേഷൻ, പിന്നെ ഫാസ്റ്റർ ഗ്രോത്ത് റേറ്റ് ആണ്, ഫാസ്റ്റർ ഹീലിംഗ് ആണ്. ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഫീൽഡ് തന്നെയല്ലേ മെഡിക്കൽ ഫീൽഡ്. അതുകൊണ്ടാണ് എൻ്റെ പിന്നെ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസും പ്രോപ്പർ നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ചെയ്താൽ ശരിയാവില്ല, ഐ മീൻ ലോട്ട് ഓഫ് വി ക്യാൻ സീ ദാറ്റ്. സോ അങ്ങനെ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, ഇത് ചെയ്തതിന് ശേഷവും ഹെയർ ലോസ് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ആക്ച്വലി ഇതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അവർ പ്രോപ്പറായിട്ട് PRP എന്തെങ്കിലും, കാരണം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ മുടിക്ക് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി PRP ചെയ്തുകൊണ്ടിരിക്കണോ? പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു വേ ഓഫ് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്? See, we have to understand two factors here. One is a patient factor, and another factors are during the surgery. If you have a damaged hair follicle during the surgery, during the implantation, during the extraction, so this hair will not regrow. So actually you have to understand that once hair falls, it again regrow. So hair has got his cycle. So the hair has to go into the cycle. So everybody doesn't get bald. Why only some people are getting bald? Reason for that is, once you lose a hair from particular point, there are stem cells which try to regrow the hair. Hair fall is a common phenomenon. Everybody experiences hair fall, but not everybody becomes bald. Reason for that is, it is getting regenerated. So when you do a transplant where the skill is not proper, that time you tend to damage the stem cells. So one time the hair grows, and next time it never grows. So that is a problem with the technique of doing hair transplantation. That is one thing. Second thing is, when you take a poor quality graft, like the graft from the unsafe zone, then these graft are tend to fall due to the effect of hormone. So transplanted hair also respond to the DHT level. So we say that these hair are permanent or semi-permanent. If you try to take hair from upper part or very lower part, these hair also falls after a few years because they are DHT sensitive. So in such a cases where you require lot number of the grafts, chances are losing hair in the future are very high because they are DHT sensitive. One. Second thing, how to treat these issues. Then you have to put them on the medicines so that this life of this hair can be increased. Like DHT blocker called finasteride and dutasteride. If you are going for a very high number of the grafts from the unsafe donor zone. So these cases you find failure in the future. So it's very, very important like what kind of clinic you should select. That is the major point. എത്ര നാൾ ഒരു മെഡിക്കേഷൻ തുടരേണ്ടി വരും? ഒരാൾക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു മെഡിക്കേഷനും അല്ലെങ്കിൽ PRP ഒന്നും ഇല്ലാതെ ഒരു പഴയ ഒരു സ്റ്റേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര നാൾ എടുക്കേണ്ടി വരും? അല്ല, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മുടികളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത് അല്ലെ. ആ മുടികൾക്ക് ഒരിക്കലും നമുക്കൊരു മെഡിസിന്റെ ആവശ്യം വരുന്നില്ല. നാച്ചുറൽ ഹെയറിനാണ് നമുക്ക് കൂടുതലും മെഡിക്കേഷൻസിന്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ സോൺ കാറ്റഗറൈസ് ചെയ്ത് സേഫ് സോൺ എടുക്കാതെ അൺസേഫ് സോണിലേക്ക് പോയാൽ ആ മുടി കൊഴിയും. അപ്പൊ ആ മുടി കൊഴിയുന്നതിനെ പ്രിവെന്റ് ചെയ്യിപ്പിക്കാതെ നമുക്ക് പറ്റുള്ളൂ. ആ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ മെഡിക്കേഷൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ പാറ്റേൺ ഓഫ് ഹെയർ ഫോൾ, അതിൻ്റെ സിവിയറിറ്റി ഓഫ് ഹെയർ ഫോൾ, അതിൻ്റെ എങ്ങനെയാണ് അവരതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഈ പല ഫേസസിൽ വെച്ചിട്ടാണ് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഓരോരുത്തർക്കും ഓരോ ഡോക്ടേഴ്സിനും ഓരോ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കും. ബട്ട് ഐഡിയലി ഒരു സെൽ സൈക്കിൾ, ഒരു മുടി കൊഴിഞ്ഞ് അത് പുതിയ മുടി വരുന്ന കാലഘട്ടം വരെയുള്ളതാണ് ഐഡിയൽ ഒരു മെഡിക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അതും ഡിപ്പെൻഡിങ് അപ്പോൺ എന്താണ്, എത്രയാണ് നമുക്ക് ആവശ്യം, എത്ര സിവിയർലി ആണത് പോകുന്നതിൻ്റെ റീസൺ. ഇങ്ങനെ ഇതെല്ലാം വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ പോകുന്നത്. അപ്പം ഇതെല്ലാം കൺസൾട്ടേഷനിൽ വരും. ആ കൺസൾട്ടേഷനിൽ വരുന്ന സമയം നമ്മൾ പ്രോപ്പറായിട്ട് അഷ്യൂർ ചെയ്ത് കൊടുക്കണം, ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മുടികൾക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല, ഈ മുടികൾക്ക് പക്ഷേ മരുന്നിൻ്റെ ആവശ്യം വരാം ഇപ്പോഴല്ലെങ്കിൽ ഫ്യൂച്ചറിൽ. കാരണം എല്ലാ ആൾക്കാർക്കും ഒരേ ഒരു സമയത്തിലല്ലല്ലോ മുടി കൊഴിച്ചിൽ വരുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കര സിവിയർ ആയിരിക്കും, ചില ആൾക്കാർക്ക് അത്രയും സിവിയർ ആവണമെന്നില്ല. ഈ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ ബോഡി ലെവൽസും അവരുടെ വെയിറ്റ്, അവരുടെ ഹെൽത്തിൻ്റെ സിറ്റുവേഷൻ, അവരുടെ സിസ്റ്റമിക്, അവർ എക്സിസ്റ്റിംഗലി കഴിക്കുന്ന മരുന്നുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ ഫ്രെയിം ചെയ്യാറുള്ളൂ. അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ്. ഓക്കെ. എനിവേ ഐ ഹാവ് ഹേർഡ് ദാറ്റ് യു പീപ്പിൾ ഗോട്ട് ലോട്ട് ഓഫ് അവാർഡ്സ്. ഈ ഒരു ഫീൽഡിനകത്ത് കുറേ അംഗീകാരങ്ങളും അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുറേ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. സോ എങ്ങനെ തോന്നുന്നു? ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 10 years you have started this clinic, right? I mean Kochi it's fourth year. So എങ്ങനെ കാണുന്നു ആ ഒരു
process, growth and all? So, like if you ask me, our basic motto is to satisfy each and every patient. Unless and until we feel that we cannot give 100% to the patient, we don't do surgery only. So ultimately we focus at the results. We don't look at any other point, we just look at the results. And if we are able to give 100% what patient wants, then and then only we do a surgery. So we can see that failure in large density is literally negligible or zero number, because we target the patient as per his need. We explain everything beforehand, and we try to connect with the patient to his emotions also and his expectations also. So once the patient is understood everything, then and then only we proceed for the surgery, and we explain upfront everything, what are the limitation of hair transplantation, what kind of results you are going to get after hair transplantation, and what is the post follow-up protocols also. So most of the times then patient understand and usually have a more satisfaction ratio. That is the reason why we are nominated for most of the awards throughout the country, not only in Kerala, in Delhi and other north in part of India. Okay, fine. Yeah. So I think ഇപ്പോൾ കേരളത്തിൽ കൊച്ചിയിലും അതുപോലെ ട്രിവാൻഡ്രത്തും നമുക്ക് ഇവിടെ ക്ലിനിക്സ് ഉണ്ട്. കോഴിക്കോട് റീസെന്റ് തുടങ്ങാൻ പോകുന്നു. Yeah, we will be starting soon. അങ്ങനെ എല്ലാ ജില്ലകളിലും ഓരോരോ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ പലർക്കും പല ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കിട്ടിക്കാണും, കാരണം എല്ലാവരെയും ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ ലോസ് എന്ന് പറയുന്നത്. സോ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ എല്ലാവർക്കും മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ വ്യൂവേഴ്സിനോട് ഡോക്ടേഴ്സ് ഒരാളുടെ ഹെയർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡോക്ടർക്ക് പറയാനുണ്ടാവുക? ഹെയർ ലോസ് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻസ്? ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, പ്രോപ്പർ കെയർ ഓഫ് ദ ഹെയർ, എക്സിസ്റ്റിംഗ് ഹെയർ, ഇത്രയും സാധനങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 60-70% പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് നമ്മുടെ ഡെയിലി റൊട്ടീനിലുള്ള പല ഫാക്ടേഴ്സ് നമുക്ക് നോക്കിയാൽ, അത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ലിമിറ്റ് ചെയ്യിപ്പിക്കാം. പല ഡയറ്റ്, പല സ്ട്രെസ് ലെവൽ, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതിനെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു ചിട്ടയായിട്ടുള്ള പറ്റുന്നത് പോലെ ചിട്ടയായിട്ട് നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത് മാത്രം മതി. ബാക്കിയെല്ലാം മുടി തന്നെ തന്നോ. ഓക്കെ. സോ എനിവേ ഡോക്ടേഴ്സ്, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഒരുപാട് സംശയങ്ങളൊക്കെ, എൻ്റെ കുറേ സംശയങ്ങളൊക്കെ ക്ലിയർ ആയി. ഇതുപോലെ പ്രേക്ഷകർ നിങ്ങൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കണം, എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വിസിറ്റ് ലാ ഡെൻസിറ്റ. നിങ്ങളുടെ എല്ലാ ഹെയർ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഇവിടെയുണ്ട്. സോ താങ്ക് യു സോ മച്ച്. Thank you.